എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ഒപ്പം തന്നെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഈ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജുകൾ അയയ്ക്കുക, ഇല്ലെങ്കിൽ ഫോൺ വിളിച്ച് ചോദിക്കുകയോ ചെയ്യുക. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. വീണ്ടും രോഹിണി നക്ഷത്രത്തെക്കുറിച്ച് നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് പറയുന്നത്. അപ്പോൾ പരമാവധി രോഹിണി നക്ഷത്രക്കാരത്തിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ രോഹിണി നക്ഷത്രക്കാർ ഈ പറയുന്ന കാര്യം ചെയ്യാതിരിക്കുക ചെയ്യരുത്. കാരണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ രോഹിണി നക്ഷത്രക്കാർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പോലുള്ള മാറ്റങ്ങൾ, ബുദ്ധിശക്തി, ഓർമ്മശക്തി, അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത്. അപ്പോൾ രോഹിണി നക്ഷത്രക്കാർക്ക് ആയിട്ടുള്ളവർക്ക് നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകും. ഒപ്പം തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന രോഹിണി നക്ഷത്രക്കാർ വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഓർമ്മശക്തി, പരീക്ഷകളിൽ നല്ല വിജയം, അതായത് സ്കൂളിൽ അവർ പഠിച്ചുകൊണ്ട് പോകുന്ന കാര്യങ്ങൾ കർമ്മത്തിനനുസരിച്ച് ടീച്ചർമാർ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ഓർമ്മശക്തി നിൽക്കും, ബുദ്ധിശക്തി നിൽക്കും. നമ്മുടെ പ്രകടനങ്ങൾ കണ്ട് മറ്റുള്ള ആൾക്കാരും കുട്ടികളും ഒക്കെ എന്താ പറയുക അത്ഭുതപ്പെട്ടു പോകും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു കഴിവ് പ്രകടമാക്കേണ്ട വിദ്യാർത്ഥികളാണ്. ഒപ്പം തന്നെ ബാക്കിയുള്ള നക്ഷത്രക്കാരും ചെയ്തുകൊണ്ടും അവർക്ക് തീർച്ചയായിട്ടും തന്നെ ഗുണങ്ങൾ കിട്ടും. അപ്പോൾ രോഹിണി നക്ഷത്രക്കാർ, അതായത് ജൂലൈ 31 ബുധനാഴ്ച, കർക്കിടകം 16 അന്ന് ബുധനാഴ്ച രോഹിണി നക്ഷത്രമാണ്. അന്നത്തെ ദിവസം രോഹിണി നക്ഷത്രക്കാർ, അതായത് നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തിൽ പോയി 9 വലത്ത് വെക്കുക. 9 വലത്ത് വെച്ചതിന് ശേഷമാണ് ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതായത് 9 വലത്ത് വെച്ചതിന് ശേഷം അവിടെ ഭഗവാൻ, അതായത് ബുധൻ എന്ന് പറഞ്ഞ ഗ്രഹത്തിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു തളിക നിറച്ച് ഭഗവാനുള്ള ഫ്രൂട്ട്സുകൾ കൊടുക്കുക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബാക്കിയുള്ള നവഗ്രഹങ്ങൾക്ക് നൈവേദ്യത്തിനുള്ള കാര്യങ്ങൾ എഴുതി, കാരണം ഒരു ഗ്രഹത്തിന് മാത്രം ഫ്രൂട്ട്സും മറ്റുള്ള കാര്യങ്ങൾ കൊടുക്കും, ബാക്കിയുള്ളവർ നോക്കിയിരുത്തരുത്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള നവഗ്രഹങ്ങൾക്ക് നമ്മൾ എന്തെങ്കിലും നേദിക്കാനുള്ള കാര്യങ്ങൾ കൊടുക്കുക. അതായത് അവിടുത്തെ തിരുമേനിയായിട്ട് നമ്മൾ ചോദിക്കുക. അപ്പോൾ ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ നമ്മൾ അറിയാലോ, അതായത് കുറച്ച് ഒരു മുന്തിരിങ്ങ, ഇല്ലെങ്കിൽ ഓറഞ്ച്, ആപ്പിൾ, ഫ്രൂട്ട്സ് ഐറ്റംസുകൾ, അതായത് പഴം, അതായത് കദളിപ്പഴം, ഒരു ഉടയാട, ഒരു മുല്ലപ്പൂമാല, ഇത്രയും ഒരു തളിയക്കകത്ത് ബുധഭഗവാന്റെ നേരെ നിന്ന് രോഹിണി നക്ഷത്രക്കാർ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ബുധഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും. നിങ്ങൾക്ക് വിദ്യാർത്ഥികളാണെങ്കിൽ പഠിക്കാനുള്ള കഴിവുകൾ പ്രകടമായി വരും. അതായത് ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും. രോഹിണി നക്ഷത്രക്കാർക്ക് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും തീർച്ചയായിട്ടും കിട്ടും. അതായത് ഈ വരുന്ന ബുധനാഴ്ച എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, ജൂലൈ 31 രോഹിണി നക്ഷത്രമാണ്. കർക്കിടകം 16 തന്നെ ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ. അപ്പോൾ വിദ്യാർത്ഥികളൊക്കെ പഠിക്കാൻ പോകുന്ന ഒരു സമയമാണെങ്കിൽ, ഇനി ഞങ്ങൾക്ക് സ്കൂളിൽ പോകണം, ഞങ്ങൾക്ക് അന്നത്തെ ദിവസം ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ജോലിയുള്ള രോഹിണി നക്ഷത്രക്കാരാണെങ്കിൽ ചെയ്യേണ്ടത് ഞായറാഴ്ച ദിവസം ചെയ്താൽ മതി. അതായത് ഉദ്ദേശിക്കുന്നത് ബുധനാഴ്ച കഴിയാൻ നിൽക്കുന്നത്, അതിന് മുമ്പത്തെ ഞായറാഴ്ച ദിവസം ഇത് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസുകൾ നമുക്ക് നമ്മുടെ സാമ്പത്തികം പോലെ നമുക്ക് ഫ്രൂട്ട്സ് ഐറ്റംസുകൾ നമുക്ക് മേടിക്കുന്നതാണ്. എല്ലാ നവഗ്രഹങ്ങൾക്കും വെക്കാമെങ്കിൽ അത്രയും നല്ല, അത് നമ്മുടെ സാമ്പത്തികം. പക്ഷേ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ല, നവഗ്രഹങ്ങൾ 9 പേരാണ്. അപ്പം ബുധഭഗവാന് മാത്രമായിട്ട് നമ്മൾ നേദ്യം കൊടുക്കരുത്, അവിടെ ഉള്ള 9 നവഗ്രഹങ്ങൾക്കും നേദ്യം കൊടുക്കുക. അപ്പോൾ 9 വലത്തിട്ട് പ്രാർത്ഥിക്കുക. ഒപ്പം തന്നെ നമ്മൾ ബുധഭഗവാന് സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ബുധഭഗവാന്റെ നേരെ നിൽക്കുക. അപ്പം രോഹിണി നക്ഷത്രക്കാരും ബുധഭഗവാന്റെ നേരെ നിന്ന് തൊഴുത് പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്: ബുദ്ധിശക്തി, ഓർമ്മശക്തി, നല്ല നല്ല വാക്കുകൾക്കുള്ള വാചാലത്വം, അതേപോലെ തന്നെ തടസ്സ കാര്യങ്ങൾ. അതായത് ഒരു രോഹിണി നക്ഷത്രക്കാരൻ്റെ ജാതകത്തിൽ ബുധൻ പവറായിട്ട് നിൽക്കുന്നില്ല, ആ ഒരു ദോഷം, അതായത് ബുധൻ്റെ രീതിയിലുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മാറിപ്പോകും. അതായത് ബുധൻ എന്ന് പറഞ്ഞ ഗ്രഹം രോഹിണി നക്ഷത്രക്കാരുടെ ഗ്രഹം നിലയിൽ ഉദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിശക്തി ഉണ്ടാകും, ഓർമ്മശക്തി ഉണ്ടാകും, സാമ്പത്തികം വന്നു ചേരും. അവർ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ തടസ്സം കൂടാതെ നടന്നു പോകും. ജോലിയിലൊക്കെ ചെന്നിരിക്കുമ്പോൾ നല്ലൊരു ആത്മാർത്ഥമായിട്ടുള്ള ധൈര്യങ്ങൾ കിട്ടും. നമ്മുടെ കാര്യങ്ങൾ ഒന്നും കൂടെ സ്പീഡപ്പായിട്ട് നിൽക്കും. അപ്പോൾ അതിന് ബുധഗ്രഹത്തെ പ്രീതിപ്പെടുത്തിയാൽ മതി. അപ്പം ഈ രോഹിണി നക്ഷത്രക്കാർ ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ ഒന്നുകൂടെ പറയാണ്, ബുധനാഴ്ച ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതായത് അതിന് മുമ്പത്തെ ഞായറാഴ്ച ഇത് ചെയ്തിരിക്കണം. കുട്ടികളും ചെയ്യണം. അപ്പോൾ വിദ്യാർത്ഥികൾക്കാണ് ഇത് ഏറ്റവും ഗുണകരമാണ്. അവർക്ക് പഠന കാര്യങ്ങൾക്ക് നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റും. ഒപ്പം തന്നെ അടുത്തിരിക്കുന്നവരൊക്കെ അവരുടെ പെർഫോമൻസ് കണ്ട് ഞെട്ടു, ഇവൻ ഒട്ടും പഠിക്കാതിരുന്ന ഒരു വ്യക്തിയാണല്ലോ, ഇപ്പം ക്ലാസ്സിൽ ഫസ്റ്റ്, അങ്ങനെ നമുക്ക് മാറ്റങ്ങൾ തീർച്ചയായിട്ടും അറിയാൻ പറ്റും. അതായത് ഇത് ചെയ്തിട്ട് പഠിക്കാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പ്രകടനം കാണിക്കാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ
വിദ്യാർത്ഥികൾ രോഹിണി നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഇത് പഠിക്കുന്നത്. അപ്പോൾ ചിലവർ പറയുന്നുണ്ട് ഓർമ്മ നിൽക്കുന്നില്ല തിരുമേനി, അത് എന്തുകൊണ്ടാണെന്ന് പറയും. ചിലവർ ഒത്തിരി വിദ്യാരാജകോലമൊക്കെ നടത്തുന്നു. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്ന അനുസരിച്ച് നമുക്ക് ഓർമ്മകൾ എന്താ പറയുക നല്ലപോലെ നിൽക്കാനും ഒപ്പം തന്നെ തടസ്സങ്ങൾ മാറി എല്ലാ വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ നമുക്കൊരു ഉത്തമമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ പരീക്ഷയ്ക്ക് ഉന്നതമായ മാർക്കുകൾ കിട്ടും. അവർക്ക് ബുദ്ധിശക്തി, ഓർമ്മശക്തി, നല്ല ആരോഗ്യബലം, സാമ്പത്തികപരമായിട്ട് മാറ്റങ്ങൾ, തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബുധഭഗവാന്റെ അനുഗ്രഹം രോഹിണി നക്ഷത്രക്കാർക്കുണ്ടാകും. അപ്പോൾ ഇന്ന് തന്നെ രോഹിണി നക്ഷത്രക്കാർ എന്താ പറയുക ബുധഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ള കാര്യങ്ങൾക്ക് തയ്യാറായിരിക്കുക. ബുധനാഴ്ചയാണ്, അതായത് കർക്കിടകം 16 ഇംഗ്ലീഷ് മാസം ജൂലൈ 31 ബുധനാഴ്ച ദിവസം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ അന്ന് ചെന്ന് ചെയ്യുവാണെങ്കിൽ രോഹിണി നക്ഷത്രക്കാർക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ പഠനത്തിൽ മുൻതൂക്കം കാണിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള നക്ഷത്രക്കാരും ചെയ്യുന്നുണ്ട്, യാതൊരു വിധത്തിലുള്ള കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഫ്രൂട്ട്സ് ഐറ്റംസ് ആരെങ്കിലും കൊടുക്കേണ്ട. ഫ്രൂട്ട്സിൽ ചിലവർക്ക് സാമ്പത്തികം പോലെ പഴമായിരിക്കാം, ചിലവർക്ക് ആപ്പിൾ മേടിക്കാനായിരിക്കും സാമ്പത്തികം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒരു തളികയ്ക്കകത്ത് ബുധഭഗവാന്റെ നേർക്ക് കൊണ്ടുവെക്കുക. പക്ഷേ 9 നവഗ്രഹങ്ങൾക്കും ഈ പറയുന്ന നേദ്യങ്ങളും കാര്യങ്ങളും നിങ്ങളുടെ സാമ്പത്തികം അനുസരിച്ച് ചെയ്യണം. ഒരു ഗ്രഹത്തിന് മാത്രം കൊടുക്കരുത്. പക്ഷേ നമ്മൾ ബാക്കിയുള്ള നവഗ്രഹങ്ങൾക്ക് സങ്കല്പിച്ച് കൊടുത്തിട്ട് ബുധഭഗവാന്റെ നേരെ നിന്ന് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് ആവശ്യപ്പെട്ട് ഈ ഒരു കാര്യം നടക്കുമ്പോൾ ഭക്തിയോട് പ്രാർത്ഥിക്കുമ്പോൾ ഏതൊരു കാര്യം ബുധഭഗവാൻ നിങ്ങളെ എന്താ പറയുക കാര്യങ്ങൾ സാധിച്ചു തരും. അപ്പം ഈ ഒരു വീഡിയോ പരമാവധി രോഹിണി നക്ഷത്രക്കാരിലേക്ക് എത്തിക്കുക. കുട്ടികളെ ഈ ഒരു കാര്യം പ്രയോജനപ്പെടുത്താതിരിക്കുക. നിങ്ങൾ ഇന്ന് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ രോഹിണി നക്ഷത്രക്കാർക്ക് ഉള്ള വിദ്യാർത്ഥികൾക്കും രോഹിണി നക്ഷത്രക്കാർക്കും നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ